അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന് പിന്നാലെ നടപടി. ഇടുക്കി സൂര്യനെല്ലിയിലെ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ലെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് നടപടി. സ്റ്റാർലൈൻ റിസോർട്ടാണ് പൂട്ടിയത്. മുമ്പ് 3 തവണ റവന്യൂ വകുപ്പിന്റെ നടപടി CPIM നേതാക്കൾ തടഞ്ഞിരുന്നു. മൂന്നാർ DYSP നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കിയാണ് നടപടികൾ പൂർത്തീകരിച്ചത്. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനു പിന്നാലെ ഇടുക്കി സൂര്യനെല്ലിയിൽ അനധികൃതമായി പ്രവർത്തിച്ച റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തു. സ്റ്റാർലൈൻ റിസോർട്ടാണ് അടച്ചുപൂട്ടിയത്. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് കർശന നടപടി. മുമ്പ് 3 തവണ റവന്യൂ വകുപ്പിന്റെ നടപടി CPIM നേതാക്കൾ തടഞ്ഞിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മൂന്നാർ DYSP R ചന്ദ്രകുമാർ നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കിയ ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത്. മൂന്നാറിൽ റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെ നിർമ്മിച്ച കെട്ടിടങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് ലംഘിച്ച് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിൽ മൂന്നാർ സ്റ്റാർലൈൻ റിസോർട്ട് പ്രവർത്തിച്ചുവെന്ന പരാതിയുമായി സൂര്യനെല്ലി സ്വദേശി മൈക്കിൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി കെട്ടിടം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് ഉറപ്പാക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. അനധികൃത കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതും തുറന്നു പ്രവർത്തിക്കരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴും രാത്രി സമയങ്ങളിൽ പ്രവർത്തനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് ഉടുമ്പൻചോല LR തഹസിൽദാർ സിദ്ദിഖ വ്യക്തമാക്കി. നേരത്തെ അനധികൃത ബിൽഡിങ്ങിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഹൈക്കോടതി തന്നെ ഉത്തരവുണ്ടായിരുന്നു. അത് തുറന്ന് പ്രവർത്തിപ്പിക്കുക ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിന് രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ അന്വേഷണത്തിൽ കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് സീൽ ചെയ്തത്. അത് ഹൈക്കോടതി കൊടുക്കണം, റിപ്പോർട്ട് കൊടുക്കണം. അതിനുവേണ്ടി ചെയ്തതാണ്. കെട്ടിടം അനധികൃതമാണ് നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അതിൽ പിന്നെ നിർമ്മാണം നടത്തിവെന്നു. അതിനുശേഷം അതിൽ പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞവർ പറഞ്ഞിരുന്നു. അത് പിന്നെ പ്രവർത്തിക്കുന്നതായിട്ട് അന്വേഷണത്തിൽ അറിഞ്ഞ് അതിന്റെ ബേസിലാണ് സീൽ ചെയ്തത്. NOCയും പട്ടയവുമുള്ള കെട്ടിടമാണെന്നും കോടതി ഇടപെടലിന് ശേഷം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും റിസോർട്ട് ഉടമ മനോജും പറയുന്നു. തഹസിൽദാർ പല പ്രാവശ്യം വന്ന് എന്നെ ഉപദ്രവിക്കുക. ഈ കോടതിയിൽ അനുസരിച്ചുള്ളത് 6 മാസമായി ഞാൻ അടച്ചിട്ടിട്ട്. കഴിഞ്ഞ മാസം പുള്ളി തഹസിൽദാർ വന്നിട്ട് ഈ എല്ലാ റൂമിലും കയറി നോക്കി. ഗസ്റ്റ് ഇല്ല. പുള്ളി പറയുന്നത് ഇവിടെ ലോക്കലിൽ നിന്ന് കള്ളപ്പരാതി കൊടുത്ത് വേറെ ആരില്ല. ഈ കൊളുക്കുമല സെൽവാസിന്റെ മോനും മൈക്കൽ രാജനും കുറച്ച് തെണ്ടി കിടപ്പുണ്ട്. അവനാണ് ഈ നാടെ ഉപദ്രവിക്കുന്നത്. കാരണം ഈ അവിടെ അത് ചെയ്യുക ഇത് ചെയ്യുക കള്ളപ്പരാതി കൊടുക്കുക. ഇവിടെ ഗസ്റ്റ് കൊണ്ടുണ്ട്. എന്റെ മക്കളോടെ നിൽക്കാൻ പറ്റത്തില്ല. ഇത് എന്റെ വണ്ടി നിൽപ്പുണ്ട്, എന്റെ ബൈക്കിൽ നിൽപ്പുണ്ട്, എന്റെ കൂട്ടുകാർ വന്നിട്ട് നിൽക്കാൻ സമ്മതിക്കത്തില്ല. സ്വന്തക്കാർ കൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വീഡിയോ എടുക്കുക, കള്ളപ്പരാതി കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 6 മാസമായി ഈ റിസോർട്ട് അടച്ചിട്ട്. ഇത് നോക്കി ഹോം സ്റ്റേയിലാണ് അടച്ചിട്ടിരിക്കുന്നത്. തഹസിൽദാർ അന്ന് ഒരു പരാതി കൊടുത്തു, കള്ളപ്പരാതി. എങ്ങനെ ഞാൻ NOC കൂടെ എടുക്കാതെ ബിൽഡിംഗ് പണിതത്. NOC കൊണ്ട് പട്ടയമുള്ള ഭൂമിയാണ്. കർണാടകയിലെ ബുൾഡോസർ രാജ് വിഷയത്തിൽ പ്രതികരിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ പരാമർശം ശരിവെക്കുന്ന സാഹചര്യമാണിതെന്നും CPIM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗവും പ്രാദേശിക നേതാവുമായ VX ആൽബിൻ പറഞ്ഞു. ഞാൻ പാർട്ടി പ്രവർത്തനമൊക്കെയാ. ഒരു കാര്യം മനസ്സിലാക്കുക, കർണാടക ഗവൺമെന്റ് അത് ചെറിയ ഏർപ്പാട് നടത്തിയപ്പോൾ ഫുൾഡ്രസ് രാജാണെന്നും ആ ഫുൾഡ്രസ് രാജിന് എതിരായിട്ട് ശബ്ദിച്ച പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി കേട്ടോ. ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്ന പകരം ഈ കേരളത്തിലും പിണറായി വിജയന്റെ ഭരണകാലത്ത് ഈ രീതിയിലുള്ള കർഷകനെയും കർഷക തൊഴിലാളി സാധാരണക്കാരെ കുടിയിറക്കുന്ന ഫുൾഡ്രസ് രാജാണ് നടക്കുന്നത്. ഈ നേരിട്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇത് ബാധിക്കും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ കേട്ടോ. സച്ചിദാനന്ദൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഹൈക്കോടതി ഉത്തരവുകൾ കർശനമായി നടപ്പിലാക്കുന്നുവെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. കൂടുതൽ പരിശോധനകളും തുടർ നടപടികളും ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.